ഇവിടുത്തെ ഇപ്പൊ ഇരട്ടച്ചങ്ങനെ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാർ വരും. നമ്മുടെ ഇരട്ടച്ചങ്ങനെ ഇങ്ങനെ ചെയ്തില്ല, നമ്മുടെ ഇരട്ടച്ചങ്ങനെ അകത്ത് ചെയ്തില്ല, ഈ വികസനം ചെയ്തില്ല, മറ്റേ വികസനം ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്താണ് ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്? ജനങ്ങളെ വ്യക്തമായിട്ട് ചൂഷണം ചെയ്തിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഈ ഗവൺമെന്റ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. കോടികൾ മുടക്കി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ടെങ്കിലും നേർമയോടുകൂടി പുറത്തുവിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് കമ്മീഷനൊക്കെ തയ്യാറാക്കുന്നത്. പിന്നെ അടുത്ത കമ്മിറ്റിയാക്കി മാറ്റുന്നു, കുറെ മന്ത്രിമാരെ പോക്കറ്റ് നിറയ്ക്കുന്നു. എന്തൊക്കെ രീതിയിൽ ഈ ഗവൺമെന്റ് ജനങ്ങളെ ചൂഷണം ചെയ്തു? എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു തന്നിട്ടുണ്ടോ ഈ ഗവൺമെന്റ്? ഞാൻ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് വാക്കുകൾ അതിനെ കുറിച്ച് കേൾപ്പിച്ചു തരാം. ഈ പ്രതികൾ ഈ തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനെ പറ്റിയാണ്. ഈ 4.5 വർഷം ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റിനെ പറ്റി അറിയുമായിരുന്ന കഴിഞ്ഞ മന്ത്രിസഭയിലെയും ഈ മന്ത്രിസഭയിലെയും മന്ത്രിമാരും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും ആരൊക്കെ കണ്ടു എന്നുള്ളതിന്റെ ഡാറ്റ സർക്കാരിലുണ്ട്. ഇവർ ഈ 15 പേരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ 15 പേരുമായി ഡിന്നർ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ 15 പേരുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് സംഭാഷണങ്ങളോ പൊതുസ്ഥലത്ത് നടക്കുന്ന സ്വകാര്യ സംഭാഷണങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു മന്ത്രിസഭയിൽ ചുമതലയേക്കുന്ന മന്ത്രി എന്ന നിലയ്ക്ക് തനിക്ക് കിട്ടുന്ന വിവരങ്ങൾ പുറത്തയാളുമായി പങ്കുവെക്കില്ല എന്ന സത്യപ്രതിജ്ഞ ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വാസ്തവത്തിൽ കോടതിക്ക് പോലും പരിശോധിക്കാൻ പറ്റുമോ? ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ അല്ലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നു, ഞാനിത് ആരോപണമായിട്ട് ഉന്നയിക്കല്ല, ഞാനൊരു ഇരയാണെന്ന് വിചാരിക്കും. ഞാനാണ് ഈ പറയുന്ന ഒരു നിരാലംബയായ സ്ത്രീ. 4.5 വർഷം മുമ്പ് പ്രതീക്ഷയോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കണ്ട ഒരു നിരാലംബയായ സ്ത്രീ. അവർ ഈ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അവർ നെയിം ചെയ്ത പാരഗ്രാഫ് 96 പറയുന്ന വില്ലന്മാരുടെ കൂട്ടത്തിലുള്ള ആളുകളുമായിട്ട് ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റ് അറിയാമായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മന്ത്രിമാർ അവർ വേദി പങ്കിടുകയും അവർ പരസ്പരം കുശലം നടത്തുകയും കൈ കൊടുക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എന്താണ് ഒരു വിക്ടിമിന് തോന്നുന്നത്? ഇവർ ഈ റിപ്പോർട്ട്